ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഉപദേശം എന്ന് പറയുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും ഉപദേശം എന്ന് പറഞ്ഞാൽ അതൊരു വെറുപ്പും ചടപ്പും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ നമ്മേക്കാൾ അറിവും നമ്മേക്കാൾ പരിചയസമ്പത്തും കഴിവും മികവും ഒക്കെയുള്ള ആളുകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം സ്വീകരിക്കുമ്പോഴാണ് അബദ്ധങ്ങളും തെറ്റുകളും ഒന്നും പറ്റാതെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സ് കറകളഞ്ഞതാണ് എന്നതിനുള്ള വലിയൊരു അടയാളമാണ്. പല ആളുകൾക്കും അതിന് കഴിയാറില്ല. സഹോദരങ്ങളെ, ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന, അവിടെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾ പലപ്പോഴും ഉപദേശങ്ങൾ തേടി പോകാറുണ്ട്. ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം നോക്കുന്നുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാഗുതം കേൾക്കും. കാരണം ലക്ഷങ്ങളാണ് നമ്മൾ മുടക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കും. കാരണം ദുനിയാവിന്റെ കാര്യമാണ്. പക്ഷെ പരലോകത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾക്ക് നാം എത്ര കണ്ട് നിന്നുകൊടുക്കാറുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പൊതുവേയും എന്നാൽ ചിലരൊക്കെ വിളിച്ച് പ്രത്യേകിച്ചും ചില ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്ന് പ്രവാചകരെ ഞങ്ങൾക്ക് ഇന്ന വിഷയത്തിൽ ഉപദേശം നൽകണമെന്ന് അവിടുന്ന് പ്രത്യേകം ചോദിക്കാറുമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഉപദേശം ഉപകാരപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നവരോട് നീ ഉപദേശിക്കണമെന്നാണ്. അതാർക്കാണ് ഉപകാരപ്പെടുക? മനസ്സിന്റെ ഉള്ളിൽ ഭയപ്പാടുള്ളവർക്കെല്ലാം ഉപദേശം അത് വല്ലാത്ത സ്വീകാര്യത ലഭിക്കുമെന്നാണ്. പക്ഷെ നബിയെ, നീ ഉപദേശിക്കുമ്പോഴും അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്. അവൻ അഷ്കയാണ്, ഏറ്റവും നിർഭാഗ്യവന്മാരാണ് എന്നാണ്. അവരെ കാത്തിരിക്കുന്നത് അല്ലദീ യസ്ലൻ നാറൽ കുബ്റ, വലിയ നരകത്തിലേക്കാണ് അവർ പോകാനുള്ളത് എന്നാണ്. ഞാൻ പറയണത് എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഉപദേശങ്ങളെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം വല്ലാതെ മാറും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ സ്വഹാബാക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. മഹാനായ അബൂദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് കൊടുത്ത 7ഓളം ഉപദേശങ്ങൾ നമുക്ക് കൂടെയുള്ളതാണ്. അവർ അത് കേട്ടു, അവരുടെ ജീവിതത്തിൽ പകർത്തി, ആർക്കും അറിയിക്കാതെ പോകല്ല, നമുക്ക് കൂടെ അത് അറിയിച്ചു തന്നു. എന്തിനാത്? അന്ന് അള്ളാന്റെ റസൂൽ അബൂദർറുൽ ഗഫാരിയെ വിളിച്ചു പറഞ്ഞ ഉപദേശം അത് എന്നോട് നിങ്ങളോടും കൂടെയുള്ളതാണ്. എങ്കിൽ 7ഓളം ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഒരു ഖുതുബയിൽ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞു, അമറനി ഖലീലി ബിസബഇ, 7 കാര്യങ്ങളെ കൊണ്ട് എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ അഥവാ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു. എന്താണത്? അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂബി മിൻഹും, അദ്ദേഹം എന്നോട് കൽപ്പിച്ചത് പാവപ്പെട്ടവർ ഇഷ്ടപ്പെടാനാണ്. അബൂദർ, നീ ഇങ്ങനെ പോകുമ്പോ പലരെയും നിനക്ക് കാണാൻ കഴിയും. ഒരുപാട് സമ്പത്ത് നൽകപ്പെട്ട ആളുകളുണ്ടാവും, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. പാവപ്പെട്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകളുണ്ടാവും. അകറ്റരുത് നിന്റെ ജീവിതത്തിൽ നിന്ന് ആരെയും. പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണം, നീ അവരോട് ചേർന്ന് നിൽക്കണം. സുഹൃത്തുക്കളെ, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നവരാരാ? പൈസയുള്ളവരാണോ? പത്രാസുള്ളവരാണോ? ആരുമല്ല. എന്തൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിലും അവന്റെ പണമുണ്ടോ, അവന്റെ ബാക്കിയുള്ള ഏരിയകളെല്ലാം ആളുകൾ മറക്കാൻ ശ്രമിക്കും, അവന്റെ കൂടെ പോകും. എന്തേ? അവന്റെ കൂടെ നിന്നെങ്കിലേ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കിട്ടുകയുള്ളൂ എന്നാണ് ആളുകൾ പൊതുവെ ധരിക്കാറുള്ളത്. പാവപ്പെട്ട ആളുകളെ ആരും മെയിൻ ചെയ്യാറില്ല. അവനെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ വലിയ വിഷയമല്ല, അവൻക്ക് വന്നാലും വന്നില്ലെന്ന് പ്രശ്നമല്ല, ഒന്നും കിട്ടാല്ല എന്ന് ആളുകൾ പറയാം, അല്ലേ? വലിയ പരിഗണന കൊടുക്കാത്ത ആളുകൾ ഒരിക്കലും ഉണ്ടാകരുതെന്നാ പറയുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട ഏറ്റവും വലിയൊരു പാഠമാണ് സഹോദര, പാവപ്പെട്ട ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ നാളുകളിൽ ദഅവത്തുമായി കൊണ്ടുവന്നപ്പോഴേ അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ആരാന്നറിയോ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട ആളുകളായ ആളുകളാണ് സുഹൃത്തുക്കളെ.
അള്ളാഹുവിന്റെ ദീനിനെ ആദ്യം ശക്തി പകർന്നവരുടെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും സുഹൃത്തെ പാവപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ അള്ളാന്റെ ദീനെ അവർ കൈ മെയ് മറന്ന് എന്താണ് ഉള്ളത് അള്ളാഹ് റസൂൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കൂടെ നിന്നവരാണ് എന്ന്. അതുകൊണ്ടാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹിബ്ബുൽ മസാകീന, കൂട്ടരെ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ അവഗണിക്കരുത്, അവരെ നിങ്ങൾ ബോധപൂർവ്വം ഇഷ്ടപ്പെടണം. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം എന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് എന്ത്? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ, അല്ലാഹുവേ എന്നൊരു മിസ്കീനായി കൊണ്ട് നീ ദുനിയാവിൽ ജീവിപ്പിക്കണേ. വഅമിത്നി മിസ്കീനാ, ഒരു പാവപ്പെട്ടവനായി കൊണ്ട് നീ എന്നെ മരിപ്പിക്കണേ. വഹ്ശുർനി ഫീ സുംഅത്തിൽ മസാകീൻ, പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാളെ നീ എന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരണേ എന്നാ. അതിന്റെ അർത്ഥം ധനത്തെ ആഗ്രഹിക്കണ്ട എന്നോ ധനത്തിന് വേണ്ടി പണിയെടുക്കണ്ട എന്നോ അതിന്റെ പിന്നാലെ പോകുന്നവർ വലിയൊരു പാതകം ചെയ്തു എന്നൊന്നല്ല അർത്ഥത്തിലല്ല പറയണത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ഇട്ട വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 500 വർഷം മുൻപേ ധനാഢ്യർ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രയേറെ സ്ഥാനം ഇസ്ലാം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ പാവപ്പെട്ട ആളുകളെ ചേർത്തി വെക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കക്കും സക്കാത്തിനും ഒക്കെ അത്രമേൽ സ്ഥാനം കൊടുത്തത്. എന്തിനാണെന്നറിയോ? ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് പാവപ്പെട്ട ആളുകളെ അകറ്റാനല്ല, പാവപ്പെട്ട ആളുകളെ മൈൻഡാക്കാതിരിക്കാനല്ല, ഒരു വിവാഹ ശ്രദ്ധയിലേക്ക് അവരെ അവഗണിക്കാനല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സുഹൃത്തെ അവനൊരു പാവപ്പെട്ടവനായി പോയി എന്നതിന്റെ പേരിൽ ഒരു അവഗണന നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് വിഘാതം സൃഷ്ടിച്ചവരാണ് നമ്മൾ. ഒരിക്കൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അമറനി, എന്നോട് എന്റെ കൂട്ടുകാരൻ കൽപ്പിച്ചു, അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, എന്നേക്കാൾ താഴെ തട്ടി നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കാൻ എന്നോട് എന്റെ സുഹൃത്ത് കൽപ്പിച്ചു എന്നാണ്. നബി എന്നോട് കൽപ്പിച്ചത് എന്നേക്കാൾ ജീവിത നിലവാരമുള്ള മുകളിൽ താമസിക്കുന്ന ആളുകളിലേക്ക് നോക്കാനല്ല, താഴെ തട്ടി നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കാൻ. എന്തിനാ സുഹൃത്തുക്കൾ എങ്ങനെ പറഞ്ഞത്? എന്തിനാണ് ആ ഒരു അധ്യാപനം നമുക്ക് നൽകിയത്? പലപ്പോഴും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അസംഖ്യം വരുന്ന, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വരുന്ന അനുഗ്രഹങ്ങൾ ഇരു കൈകളിൽ ഉൾപ്പെടുത്തിയിട്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുക. എനിക്കതില്ല, ഇതില്ല, മറ്റേതില്ല, മറിച്ചതില്ല, ഞാൻ അങ്ങനെയായില്ല, ഞാൻ ഇങ്ങനെയായില്ല, അല്ലേ? പരാതികൾ കഴിയുന്നില്ല. എന്തേ കാരണം എന്നറിയോ? എന്തേ കാരണം? ഒക്കെ തന്നെക്കാൾ മുന്തിയ ആളുകളിലേക്ക് നോക്കുക. അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു വീട്ടിലാണ് അവൻ ജീവിക്കുന്നത്. പക്ഷെ ഏറ്റവും മുന്തിയ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന ആളിലേക്ക് നോക്കിയിട്ട് അവന്റെ പോലെ ഭൗതിക സൗകര്യം എനിക്കില്ലല്ലോ എന്ന് നോക്കാൻ തീരുമാനിച്ച സുഹൃത്തുക്കളെ, കിട്ടിയതിന് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയോ? അതുകൊണ്ട് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക വിഭവങ്ങൾ നൽകിയ, നിന്നേക്കാൾ ഭൗതിക വിഭവം നൽകിയ ആളുകളിലേക്ക് നിങ്ങൾ എന്താക്കരുത്, നിങ്ങളുടെ കണ്ണുകളെ പായിപ്പിക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒരു വിലയില്ലാത്തതാ സുഹൃത്തുക്കളെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അത് റഹ്മാനായ റബ്ബ് ആളുകൾക്ക് ഇങ്ങനെ വാരി വതിരി കൊടുക്കും. അത് ആർക്ക് എത്ര കൊടുക്കണമെന്നൊന്നുമില്ല, അതൊക്കെ ഒരു പരീക്ഷണമായി കൊണ്ട് കൂട്ടിയാൽ മതി. പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടിയതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും അസൂയോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സംഗതികൾ മറന്നുപോകും നമ്മൾ. അതുകൊണ്ട് ഷോർട്സും റീൽസും ഒക്കെ ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, അല്ലെ? നമ്മളെക്കാൾ മുന്തിയ വീടിലേക്കായിരിക്കും എപ്പോഴും ശ്രദ്ധ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിരന്തരമായി കൊണ്ട് കാണുക. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കൾ നമ്മൾ അതിങ്ങനെ കണ്ടിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ ഇതൊരു ചെറിയ കുടിലായിക്കൊണ്ട് നമുക്ക് തോന്നും, ഇന്നതൊരു കൊട്ടാരമായിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നും. എപ്പോഴെന്നറിയോ? പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ചെറ്റക്കുള്ളി ജീവിക്കുന്ന ചില ആളുകളുണ്ട്. മഴ വന്നാൽ മഴ കൊള്ളണം, വെയിലാണെങ്കിൽ വെയിലെന്ന് വിചാരിച്ച് പീഡികത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്ന ആളുകളിലേക്ക് നോക്കണം. ഉടുത്ത വസ്ത്രമല്ലാതെ വേറൊന്നില്ലാത്ത ആളുകൾ നോക്കണം. നമ്മുടെ സെൽഫ് നോക്കിയാൽ 5, 6, 7 കൂട്ട് വസ്ത്രം ഉണ്ടാവും. നമുക്ക് കുറച്ച് നരച്ച വസ്ത്രം ധരിക്കാൻ നമുക്ക് പറയാണ്ടാവുള്ളൂ. പക്ഷെ ഉടുത്തതിനപ്പുറത്തേക്ക് ഒന്നില്ലാത്ത ആളുകളുണ്ട്. അവരിലേക്ക് നോക്കുമ്പോഴാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വിരുദ്ധ കിട്ടി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴും ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനത്തോടു കൂടെയും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ബോധ്യപ്പെട്ട് ശുക്ർ നൽകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൗതിക വിഷയത്തിൽ നമ്മളെക്കാൾ താഴേക്കടയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് എപ്പോഴും നമ്മൾ നോക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കുടുംബ ബന്ധം ചേർക്കാൻ എന്നോട് കൽപ്പിച്ചു. വെറുതെ പറയല്ല, അവർ തിരിഞ്ഞു കളഞ്ഞാലും ഇങ്ങോട്ട് വന്നാൽ മാത്രം അങ്ങോട്ട് എന്നല്ല,
എന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അവന് വന്നു പിന്നെ അവനെ വിളിച്ച് അവന്റെ വീട്ടിൽ നടക്കുമ്പോൾ ഞാനിങ്ങനെ പോകാതിരിക്കുക എന്നല്ല, അവൻ എനിക്ക് ചെയ്ത് തരട്ടെ തരാതിരിക്കട്ടെ, കുടുംബ ബന്ധമാണോ ചേർക്കൽ എന്റെ ബാധ്യതയാണ്. അങ്ങനെ കൊണ്ടുനടക്കുന്ന എത്ര പേരുണ്ട് സുഹൃത്തുക്കളെ. നിസാര കാര്യങ്ങളുടെ പേരിൽ കുടുംബ ബന്ധത്തെ മുറിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാറില്ല. എന്തേ എത്ര വർഷമായി? 4-5 വർഷമായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തേ വിഷയം? ഒന്നുമില്ല, ചെറിയൊരു കാര്യം. എത്ര സിമ്പിളായിട്ടാ സുഹൃത്തുക്കളെ പറയണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പഠിപ്പിച്ചതായിക്കൊണ്ട് പറയാ, എന്താണെന്നറിയോ? അമാ തർലൈന അൻ അസ്ലമൻ വസലക്കി. കുടുംബ ബന്ധത്തോട് അള്ളാഹു സംസാരിക്കുകയാണ്. കുടുംബ ബന്ധത്തോട് അള്ളാഹു സംസാരിക്കുകയാണ്. എങ്ങനെ നമുക്കറിയില്ല? എന്താ പറഞ്ഞത്? അമാ തർലൈന, നിനക്ക് തൃപ്തിയുണ്ടോ? എന്ത്? അൻ അസ്ലമൻ വസലക്കി, കുടുംബ ബന്ധമേ നിന്നെ ചേർത്ത ആളോട് ഞാൻ ബന്ധം ചേർക്കാം. നിന്നോടാരെങ്കിലും ബന്ധം മുറിച്ചാൽ അവനോടുള്ള ബന്ധം ഞാൻ മുറിക്കും എന്ന വിഷയത്തിൽ നിനക്ക് തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബ ബന്ധം അതേ എന്ന് പറഞ്ഞു എന്നാണ്. അതിന്റെ അർത്ഥം കുടുംബ ബന്ധത്തെ ഒരല്പം റിസ്ക് സഹിച്ചിട്ട് കൊണ്ടു നടക്കുന്നവന്റെ കൂടെ റബ്ബുണ്ട് എന്നാണ്. അതുകൊണ്ട് തിരിത്തിരി പോകുന്ന കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, കുടുംബ ബന്ധത്തെ മുറിക്കുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്കില്ലെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുക, അത് പുറത്തു കൊടുക്കുക. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. എന്തിനാണെന്നറിയോ? ഞാൻ കാരണം ആ ബന്ധം മുറിയണ്ട നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം നൽകിയ 3ാമത്തെ ഉപദേശം. 4ാമത്തെ കാര്യം, ആരോടും ഒന്നും ചോദിക്കരുതെന്ന. മറ്റുള്ളവരുടെ തന്റെ ആവശ്യത്തെ ചോദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമില്ല സുഹൃത്തുക്കളെ. അല്ലേ? നമുക്കൊരു സ്വയം ധന്യത വേണം. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി നമുക്ക് പാടില്ല. നമ്മൾ അവസ്ഥകൾ കണ്ടറിഞ്ഞ ആളുകൾ തരും, അത് വേറെ വിഷയം. പക്ഷെ എപ്പോഴും അവനെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഞാൻ ചങ്ങായി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളൂ എന്റെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വേണ്ട. അതെന്താണെന്നറിയോ? പലപ്പോഴും റഹ്മാനായ റബ്ബിനോടുള്ള ആ ഒരു ബന്ധം കുറയുമ്പോഴാണ് സൃഷ്ടികളിലേക്ക് നമുക്ക് അവലംബിക്കേണ്ടി വരുന്നത്. സുഹൃത്തെ, നിനക്കൊരു ചെരുപ്പ് പൊട്ടിയാൽ പോലും അള്ളാഹിനോട് നീ ചോദിക്കുന്നു പറഞ്ഞ് ചില്ലറ വർത്താന ആണോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമുക്ക് ദാരിദ്ര്യമുണ്ടോ പുറത്ത് നമ്മൾ പറയണ്ട, അള്ളാഹിനോട് പറയും. അള്ളാഹുവിനോട് പറയും, പടച്ചോനെ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഒരല്പം പ്രയാസത്തിലാണ്, ഇടപെടണം റബ്ബേ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം പടച്ച റബ്ബിനോട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പരിഹാരം ഉണ്ടാവും സുഹൃത്തുക്കളെ. ആളുകളോട് ഇരന്ന് ജീവിക്കുന്നത് മാന്യതയല്ല നമ്മൾ മനസ്സിലാക്കുക. ഒരു വിശ്വാസി ഇസ്സത്തോടുകൂടെ ജീവിക്കണം. ഏത് ഇല്ലായ്മയിലും വല്ലായ്മയിലും ഇസ്സത്ത് വിട്ടുകൊടുത്തൊരു പരിപാടിക്കും നമ്മൾ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കുക, റഹ്മാനായ റബ്ബ് ഉണ്ടാകും നമ്മുടെ കൂടെ, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടോ? അള്ളാഹു ഉണ്ടാകും സുഹൃത്തെ. അവൻ കുടുങ്ങൂല. ജീവിതത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടെ റബ്ബിലേക്ക് അടുക്കുന്ന സ്വഭാവക്കാരനാണോ നാം? പടച്ചോനൊരു വഴി, ഒരു പോം വഴി ജീവിതത്തിലെ എല്ലാ മേഖലയും തന്നിരിക്കും. പഠിപ്പിച്ചല്ലേ? നിനക്ക് ധന്യതയുള്ള കാലത്ത് നീ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി ജീവിക്കുക. ഈ കൊടുക്കുന്ന സമയത്ത് പടച്ചോന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എത്രത്തോളം സ്വഹാബത്ത് ശ്രദ്ധിച്ചു എന്നറിയും. സ്വഹാബത്ത് എത്രത്തോളം സ്വയം ധന്യനായിക്കൊണ്ട് ജീവിച്ചു എന്നറിയും. അവർ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് വാളൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതൊന്ന് എടുത്തരുമെന്ന് പോലും ഒരാളുടെ ഹെൽപ്പ് വെച്ചിരുന്നില്ല എന്നാണ്. ഒട്ടകപ്പുറത്ത് നോക്കിയിട്ട് താഴെ വരണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ടാലോചിക്കുങ്ങളെ അല്ലേ? അവിടെ താഴെ വന്ന് ഇറങ്ങി സ്വന്തം കൈകളെ കൊണ്ട് അത് എടുത്ത് മുകളിലോട്ട് പോകുന്ന സ്വഭാവക്കാരാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് പരിധി വിട്ട് ആരെയും നമ്മൾ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ നമ്മളോട് ആരെങ്കിലും ഹെൽപ്പ് ഒന്ന് ചോദിച്ചാലോ, നമ്മളോട് ചോദിച്ചു എന്ന ഒരാളോട് നമ്മൾ എന്താക്കാൻ പറ്റൂല, ഒരു അതൃപ്തികരമായ വാക്ക് പറയാൻ പാടില്ല. ചോദിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ചു വന്നാലോ അവരോട് വിരട്ടിക്കൊണ്ട ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കാനും പാടില്ല. 5ാമത്തെ കാര്യം, കയ്പാണെങ്കിലും ഹക്കേ പറയാവൂ, സത്യമേ പറയാവൂ എന്ന്. എത്ര ലാഭം നിനക്ക് നഷ്ടപ്പെടുത്തുന്നതാണെന്നുണ്ടെങ്കിലും സുഹൃത്തെ, കളവ് പറയാൻ പാടില്ല എന്ന. സുഹൃത്തുക്കളെ, എത്ര നിസ്സാരവൽക്കരിക്കുന്ന ഒരു തിന്മയാണ് കളവ് എന്ന് ആലോചിക്കുക. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കളവ് പറയുന്ന ആളുകൾ തുടങ്ങുമ്പോൾ തന്നെ വല്ലാഹി എന്നാണ് പറയാ. തമാശക്ക് കളവ് പറയുന്ന ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശക്ക് കളവ് പറയുന്ന ആളുകൾ, കച്ചവടത്തിലെ നിസാര ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കളവ് പറയുന്ന ആളുകൾ. ഇന്നലെ വന്നിട്ടുള്ളൂ എന്നാണ്, 2 ആഴ്ച വന്ന് നടക്കുന്ന സാധനം.
കസ്റ്റമറിന്റെ പേടിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഇന്നലെ വന്നിട്ടുള്ള ഏറ്റവും നല്ല ടോപ്പ് സാധനം എന്ന് പറയാം. 10 റുപ്യ നമുക്ക് അധികം കിട്ടുമായിരിക്കും. പക്ഷെ സുഹൃത്തെ, ജീവിതത്തിൽ എല്ലാ ബർക്കത്തും അതോടുകൂടെ തീരുമെന്ന എത്ര വലിയ ഗൗരവാന്നറിയങ്ങള്. കബറിൽ ശിക്ഷ കാണിച്ചു കൊടുക്കപ്പെട്ടപ്പോഴേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടൊരു ശിക്ഷ എന്താണെന്നറിയോ? ഒരു മനുഷ്യനെങ്ങനെ ഇരുത്തിയിട്ട് അവന്റെ വായ എങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. വലത് കവിൾ ഒരു ഇരുമ്പിന്റെ കൊളുത്തുപയോഗിച്ചുകൊണ്ട് കീറിക്കൊണ്ടിരിക്കുന്നു. വായു ചുണ്ടുമ്മ ചെറിയൊരു പുണ്ണ് വന്നത് സഹിക്കാൻ കഴിയുമോ സുഹൃത്തെ? ഒരു ചെറിയ ബ്ലേഡ് എടുത്തിട്ട് പോലും നമുക്കിങ്ങനെ കീറി പൊളിക്കാൻ കഴിയുമോ? നമുക്ക് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. 1 or 2 ദിവസമല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക അല്ലേ? ഇതിനൊരു തവണയല്ല, ഇതിന്റെ പൊളിക്കുക. എന്നിട്ട് ഇടതുഭാഗത്തെ കവിളിലേക്ക് ആ കൊളുത്തിട്ട് ഇത് മുറിക്കുന്നു. ഇതെടുക്കുമ്പോഴേക്കും വലതുഭാഗം പൂർണ്ണസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്, ജിബ്രീലെ ആരാണിതെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ മുഴുവനും നിസാര കാര്യങ്ങൾക്ക് പോലും കളവുകൾ പറഞ്ഞ് മുന്നോട്ട് പോയ ആളുകളാണെന്ന് അല്ലാഹു റസൂൽ കുത്തൻ ലഭിക്കുമ്പോൾ സുഹൃത്തെ, ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പറയാൻ പാടില്ല. ഒരു കച്ചവടം നടക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ടാണ് അത് പറയുന്നതെങ്കിൽ, കളവ് പറഞ്ഞിട്ടാണ് അത് വിൽക്കപ്പെടുന്നതെങ്കിൽ, ആ കച്ചവടത്തിലെ ബർക്കത്ത് റഹ്മാനായ റബ്ബ് തുടച്ചു മാറ്റി വെക്കുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? കളവായിക്കൊണ്ട് രേഖപ്പെടുത്താൻ കേട്ടതൊക്കെ പറഞ്ഞടക്കലും കളവാനിട്ടോളി. നല്ലോണം ആലോചിച്ചോളി. കേട്ടതൊക്കെ അറിഞ്ഞതൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത്, ജസ്റ്റ് ഇന്ന് മനസ്സിലാക്കാതെ പറഞ്ഞടക്കുക എന്നുള്ളത്, അത് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കും, നല്ലോണം ശ്രദ്ധിച്ചോളി. 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും ചട്ടപ്പെട്ടേന്നായിരിക്കും ഫോർവേഡ് ചെയ്യുക. കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും പറയാ അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ചില ആളുകളുടെ അഭിമാനം നഷ്ടപ്പെട്ടിരിക്കും, ചില ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കും നമ്മുടെ ഷെയറിങ് കാരണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ആരും ആദ്യമായി കൊണ്ട് ഷെയർ ചെയ്തവനിക്ക് ഇവിടെ ഒരു പദകം തരാൻ പോണില്ല, ഒരു സമ്മാനം തരാൻ പോണില്ല, ഒരു മെച്ചം നമുക്കില്ല. പക്ഷെ പരലോകത്ത് നഷ്ടം മാത്രം വരുത്തി വെക്കും. അതുകൊണ്ട് ഈ വാർത്ത ആദ്യം ഇന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നവൻ ഞാനാകണമെന്ന ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അത് ശൈത്വാനാ സഹോദര. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. വിശ്വാസിയുടെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമായിരിക്കണം. കയ്യിന്ന് പോയ കല്ലും വായിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും തിരിച്ചെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു അൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, 6-മതായി അദ്ദേഹത്തോട് പറഞ്ഞത് അമറനി അൻ ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപം നീ ഭയക്കരുത് എന്നാണ്. അല്ലേ? പലരും അറിഞ്ഞിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടം ഇതാണ്, അല്ലെങ്കിൽ അള്ളാന്റെ കൽപ്പന ഇതാണ്, ഇന്ന കാര്യം അള്ളാഹ്ക്ക് തൃപ്തിയില്ല, പുരത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇനി ചെയ്യണത് എന്തിനാണെന്നറിയാം? അവരെന്താ പറയാ? ഇത് കണ്ടാ മറ്റൊരെന്താ പറയാ? ഞാൻ ഇപ്പോഴും ഈ ചെറിയ പ്രായത്തിൽ തന്നെ പർദ്ദ കിട്ടണമെന്ന് കഴിഞ്ഞാല് ആളുകൾ എന്തിനെ കുറിച്ച് പറയാം? ഞാൻ താടി നീട്ടിയാൽ ആളുകൾ എന്തിനെ കുറിച്ച് പറയാം? ഞാൻ നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയാ? കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പലിശ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ ആളുകൾ എന്തെന്നോട് പറയാ? മറ്റുള്ളവരുടെ ആക്ഷേപം ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ ദീനിനെ അരികുവൽക്കരിക്കുന്ന പ്രവണത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു എന്നാണ്. ഏറ്റെടുക്കാൻ കഴിയുമോ നമുക്കത്? ഏറ്റെടുക്കാൻ കഴിയുമോ നമുക്കത്? ആളുകൾ പറയുന്നത് പറയട്ടെ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ലോകം മുഴുവൻ നിനക്കെതിരായാലും നിന്റെ കൂടെ നിന്റെ റബ്ബുണ്ടെങ്കിൽ നിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുകയില്ല എന്ന് അടിസ്ഥാന പാഠമല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കുക, ഇസ്സത്തോടുകൂടെ ജീവിക്കുക, ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ ആത്മാഭിമാനം നേടുക, താടി നീട്ടി വളർത്തുന്നതിൽ, ഇസ്ലാമിക് ഡ്രസ് കോഡ് ഇടുന്നതിൽ, എല്ലാറ്റിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പാതയെ പിൻപറ്റി ജീവിക്കുന്നതിൽ ഒരു പവറുണ്ട് സുഹൃത്തെ, ഒരു ഇസ്സത്തുണ്ട് സുഹൃത്തെ, ഒരു മാധുര്യമുണ്ട് സുഹൃത്തെ. അത് അതിലേക്ക് ഇറങ്ങിയാലേ കിട്ടൂ. അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനും ഇഷ്ടപ്പെട്ടവനായി കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ വലിയ ദറജ ഇഹലോകത്ത് വേറെ എവിടെ കിട്ടാനുള്ള സുഹൃത്തുക്കളെ? നമ്മുടെ കൂടെ റബ്ബുണ്ടാവും, അല്ലാഹ് ഉണ്ടാവും നമ്മുടെ കൂടെ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ. അതുകൊണ്ട് ഇസ്സത്ത് വിട്ടൊരു കളി നമ്മൾ കളിക്കരുത്, ആരുടെയും ആക്ഷേപം നമ്മൾ ഭയക്കരുത്.
ഒരു ദീനി ദഅവ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിച്ചു പറയുന്നത് സാധനം പറയാറുണ്ട്. തൗഹീദ് ഇപ്പൊ എന്തിനാ പറയണതെന്ന് പറയാ അല്ലേ? ആളുകൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പറഞ്ഞിട്ട് ഫിത്നി ഫസാദ് ഉണ്ടാക്കണമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം ചിന്താധാരകളൊക്കെ തീർത്തും പൈശാചികമാണെന്ന് മനസ്സിലാക്കുക. ഹക്ക് വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേര് കുടുംബം നമ്മൾ ഒറ്റക്കാക്കിയാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കഴുത്ത് പിടിച്ച് പെടഞ്ഞു പിടിച്ച് അങ്ങോട്ട് ഉന്തി വിട്ടത് അദ്ദേഹത്തിന് ജന്മം നൽകിയ സ്വപിതാവല്ലേ? എറിഞ്ഞാട്ടിലെ അർജുമന്നക്കാന്ന് പറഞ്ഞു, എറിഞ്ഞാട്ടെന്ന് പറഞ്ഞു. ഭയപ്പെട്ടോ? തീക്കുണ്ടാരം ഒരുക്കി ഭയപ്പെട്ടോ അല്ലെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട് കടത്തി ബഹിഷ്കരിച്ചു, ഭയപ്പെട്ടോ? നിർത്തിവെച്ചോ? അന്ന് നിർത്തിവെച്ചിരുന്നെങ്കിൽ ഈ പുതുനഗരം പള്ളിയിൽ ഇന്ന് നമ്മൾ ഖുത്ബക്ക് ഇവിടെ നിൽക്കോ സുഹൃത്തെ? ഇവിടെ ഇരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ സഹോദര? അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ ഒരു സുഖം മാത്രം തേടിപ്പോയാൽ നടക്കൂല കാര്യങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മൾ ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകണം എന്നാണ് ഏറ്റെടുക്കുക. ഏഴാമതായി കൊണ്ട് പറഞ്ഞു, വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലിൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദുആ എന്നോട് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞു. കാരണം ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശി, അർശിന് കീഴെയുള്ള നിധി കൂമ്പാരത്തിൽപ്പെട്ടൊരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. വല്ലാത്ത അർത്ഥ ഗാംഭീര്യം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ, ദുആണ് സുഹൃത്തുക്കളെ. എന്താണെന്നറിയില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മാറ്റം ഇവിടെ സാധിക്കില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരു സൃഷ്ടിക്കും യാതൊരുവിധ കഴിവില്ല, ഒരു ചലനമില്ല എന്നല്ല. ലാ ഹൗല എന്ന് പറഞ്ഞൊരു മാറ്റമാണ്. ആ മാറ്റം എന്താണെന്നറിയോ, ഇരുന്നോടത്തൊന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ അള്ളാന്റെ കഴിവാണ്. ഈ നിവൃത്തി വെച്ച കൈവിരലുകളെ മടക്കണമെങ്കിൽ അള്ളാന്റെ കഴിവ് വേണം. ഇതാ നമ്മുടെ പ്രഖ്യാപനം. ലാ ഹൗല, ഒരു മാറ്റമില്ല അല്ലെ? നിവൃത്തിയതിൽ നിന്നും മടക്കത്തിലേക്ക് ഒരു മാറ്റമില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ. അതുകൊണ്ട് സുഹൃത്തെ, നമ്മൾ ഒന്നുമല്ല എന്നും അള്ളാഹുവാണ് എല്ലാം എന്ന അർത്ഥം പറയുന്ന ആ ഒരു പ്രാർത്ഥനയെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഉരുവിടുമ്പോഴൊക്കെയും സ്വർഗത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണത് എന്ന ബോധ്യത്തോടു കൂടെ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനും അവന്റെ റസൂലിനുമൊക്കെ ഇഷ്ടപ്പെട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും അതിന്റെ എല്ലാവിധ നിഅമത്തും ബറക്കത്തും ഒക്കെ ജീവിതത്തിൽ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഇജ്ജത്തോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. എന്നാണ് അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കടം കൊണ്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും പ്രയാസം നീ അറുതി വരുത്തണമേ റബ്ബേ. അള്ളാഹുവേ, ഖൈറും ബറക്കത്തും ജീവിതത്തിൽ ആവോളം നൽകി അനുഗ്രഹിക്കണം റബ്ബേ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹുമുൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.